ഹായ് ഓൾ. നടുവേദന പലതരത്തിലുണ്ട്. ചില നടുവേദനകൾക്ക് ചില പൊസിഷൻസ് റിലീഫ് കൊടുക്കാറുണ്ട്. അല്പനേരം ഒന്ന് കുനിഞ്ഞിരുന്നാൽ നടുവേദന കുറയുന്നവരുണ്ടോ? അല്ലെങ്കിൽ ഈ ഷോപ്പിംഗ് മാളിലൂടെ ട്രോളി ഒന്ന് ആഞ്ഞ് തള്ളിപ്പോകുമ്പോൾ വേദന കുറയുന്നത് പോലെ തോന്നുന്നുണ്ടോ? എന്നാൽ നിവർന്നു നിൽക്കുമ്പോൾ വേദന തിരികെ വരും. ഇത് പ്രധാനമായും ലംബാർ കനാൽ സിനോസിസ് എന്ന അവസ്ഥയുടെ ലക്ഷണമാണ്. പ്രായമാകുമ്പോൾ നമ്മുടെ നട്ടെല്ലിലെ സുഷുമ്നാനാഡി കടന്നു പോകുന്ന പാത ഇടുങ്ങിപ്പോകുന്നു. നിവർന്നു നിൽക്കുമ്പോൾ ഈ പാത കൂടുതൽ ഇടുങ്ങുകയും നാഡികളിൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് കാലുകളിൽ തരിപ്പും കടുത്ത വേദനയും ഉണ്ടാകുന്നത്. ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ന്യൂറോജനിക് ക്ലോഡിക്കേഷൻ, അതായത് കുറച്ച് ദൂരം നടക്കുമ്പോൾ കാലുകളിൽ അനുഭവപ്പെടുന്ന കടുത്ത വേദനയും മരവിപ്പും. മറ്റൊന്ന് ഷോപ്പിംഗ് കാർട്ട് സൈൻ. മുന്നോട്ട് ആഞ്ഞു നടക്കുമ്പോഴോ കുനിഞ്ഞിരിക്കുമ്പോഴോ വേദനയ്ക്ക് ആശ്വാസം കിട്ടുന്നു. പോസ്ചറൽ ഇൻഫ്ലുവൻസ്. നിവർന്നു നിൽക്കുമ്പോൾ വേദന കൂടുകയും കുനിയുമ്പോൾ കുറയുകയും ചെയ്യുന്നു. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ബയോമെക്കാനിക്സിന്, അതായത് നമ്മൾ ഈ പോസ്ചറൽ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അങ്ങനെയുള്ള അത് മനസ്സിലാക്കിയുള്ള വ്യായാമങ്ങൾ സ്പേസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അതായത് മുന്നോട്ട് കുനിയുന്ന വ്യായാമങ്ങൾ ഫ്ലെക്ഷൻ ചെയ്യുമ്പോൾ കനാലിലെ സ്ഥലം കൂടുകയാണ് ചെയ്യുന്നത്. അതുകൂടാതെ നെർവിന് റിലീഫ് ഉണ്ടാകുന്നു. അതായത് നാഡികൾക്ക് മേലുള്ള സമ്മർദ്ദം കുറയും, രക്തയോട്ടം കൂടുകയും ചെയ്യുന്നു. ലിഗമെൻറ്റ് സ്ട്രെച്ച്. കട്ടി കൂടിയ ലിഗമെൻറ്റുകൾ വലിഞ്ഞു കൊടുക്കുന്നതിലൂടെ നാഡികൾക്ക് കൂടുതൽ സ്ഥലവും ലഭിക്കുന്നു. അപ്പോൾ ഇതിന് പിന്നിലുള്ള സയൻസ് അല്ലെങ്കിൽ ആ ബയോമെക്കാനിക്കൽ ഇൻഫ്ലുവൻസ് എന്താണെന്ന് മനസ്സിലായെങ്കിൽ ഈ തരത്തിലുള്ള എക്സർസൈസ്, അതായത് നമ്മൾ പറയാൻ പോകുന്ന എക്സർസൈസൊക്കെ ഇതിന് ഇഫക്റ്റീവാണ്. ഇതിൽ പറയുന്ന വ്യായാമങ്ങളൊക്കെ ഓരോ ഘട്ടത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് വീണ്ടും അത് പറയുന്നില്ല. നമ്മൾക്ക് ഓരോ എക്സർസൈസിൻ്റെ പേരൊന്ന് മനസ്സിലാക്കാം. ഫസ്റ്റ് വൺ നീ ടു ചെസ്റ്റ് സ്ട്രെച്ചാണ്. രണ്ടാമത്തെ പെൽവിക് ടിൽറ്റ്. 3 ചൈൽഡ് പോസ്. ഫോർത്ത് വൺ സ്റ്റേഷനറി സൈക്ലിംഗ്.